ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ഓർഗൻസ സാരീസ് ആണ്. 5 ഓർഗൻസ സാരീസ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഓർഗൻസ സാരിയാണ്. അതിൻ്റെ അകത്ത് 2 കുറച്ച് ഷൈനിങ് എഫക്റ്റ് ഉള്ള ഓർഗൻസയാണ്, ബാക്കിയെല്ലാം സോഫ്റ്റ് ഓർഗൻസയാണ്. അപ്പോൾ അതിന് അത്രയ്ക്ക് ഷൈനിങ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഓർഗൻസ സാരീസ് 3 വിത്ത് ബ്ലൗസ് പീസും 2 വിതൗട്ട് ബ്ലൗസ് പീസും ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് എല്ലാത്തിലും നല്ല ഹാൻഡ് പെയിൻറ്റഡ് ഓർഗൻസ സാരീസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ് മിക്കതും. ഒരെണ്ണം മാത്രം ബ്ലാക്ക് ആണ്, ബാക്കിയെല്ലാം പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഈ സാരീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ആദ്യത്തെ തന്നെ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ലൈറ്റ് ആഷ് കളർ ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് നല്ല പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത്. ഇത് മുന്താണിയാണ്. മുന്താണിയിൽ കാണുന്നത് ഞാൻ സൂം ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഞാൻ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ വൺ സൈഡ് ഫുൾ ബോർഡറിൽ ഇതുപോലെ പാറ്റേൺ വന്നിരിക്കുന്നതാണ്. ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ഇല്ല. നമുക്ക് ഈ ഒരു കളർ ബ്ലൗസ് പീസ് വേണമെങ്കിൽ പ്രിന്റ് സിൽക്കിൻ്റെ വെള്ള ബ്ലൗസ് പീസ് അല്ലെങ്കിൽ ഓർഗൻസയുടെ തന്നെ പിങ്ക് കളർ ബ്ലൗസ് പീസ് ഇട്ടാൽ നല്ലതായിരിക്കും. ഇങ്ങനെയായിരിക്കും പ്ലീറ്റഡ് ചെയ്തിരിക്കുമ്പോൾ. ഈ ഒരു സൈഡ് വൺ സൈഡ് ഫുൾ ബോർഡർ ഇതുപോലത്തെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഫ്ലവർ പാറ്റേൺസ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓർഗൻസ സാരി. ഒരു ലൈറ്റ് ആഷ് കളർ സാരിയാണ്. അതിൻ്റെ അത് ഇതുപോലെ പെയിൻറ്റിംഗ് ആണ്. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. വളരെ ഇതായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ ബ്രഷും കൊണ്ട് ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. വളരെ ഇതായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇതുപോലെ മുന്താണിയിൽ ഇതുപോലെയാണ്. ഇങ്ങനെ ഒരു വശത്ത് നിന്ന് എൽ ഷേപ്പ് പോലെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇങ്ങനെ ഫുൾ ബോർഡറിലും ഇത് മുന്താണിയാണ്. പിന്നെ ഇങ്ങനെ ബോർഡർ ഫുള്ളും ഇങ്ങനെ പെയിൻറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഫുൾ ബോർഡറിലും ഉണ്ട്. വൺ സൈഡ് ഫുൾ ബോർഡറിലും ഇതുപോലെ പെയിൻറ്റിംഗ് ആണ്. ഇങ്ങനെ പെയിൻറ്റിങ് ഇങ്ങനെ ബോർഡർ വന്ന് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടം വരെ ഇങ്ങനെ ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് മാറുകയാണ് പെയിൻറ്റിങ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെയാണ് മേളിലോട്ട് പോകുന്നത്. പിന്നെ ഇങ്ങനെയാണ് പെയിൻറ്റിങ് ഫുൾ എന്ന് വെച്ചാൽ താഴത്തുനിന്ന് നോക്കുമ്പോൾ കാണാവുന്ന രീതിയിലായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ് ഫുൾ ബോർഡറിലും കൊടുത്തിരിക്കുകയാണ്. ഒരു പാറ്റേൺ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്നത്. ഇതുവരെയാണ് ഈ സാരി പോയിരിക്കുന്നത്. ഫുൾ സാരിയിലും ഇതുപോലെ പെയിൻറ്റിങ് ഉണ്ട്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിന് വിത്ത് ബ്ലൗസ് പീസ് അല്ല, സാരി മാത്രമാണ് ബോർഡറിൽ കൂടെ ഇതുപോലെ പാറ്റേൺ പോയേക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3250 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി ഒരു നല്ല പീച്ച് ഷെയ്ഡ് ഓർഗൻസ സാരിയാണ്. സോഫ്റ്റ് ഓർഗൻസയാണ്. അതിൻ്റെ അകത്ത് നല്ല ആദ്യം കണ്ടത് നമ്മളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. അത് ഫുൾ ബോർഡർ ആണ്. ഇത് ഫുൾ ബോർഡർ ഇല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് മുന്താണിയിലെ ഒരു പാറ്റേൺ, അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഷോൾഡർ പ്ലീറ്റിൽ നല്ലൊരു ബിഗ് ഡിസൈൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ അവിടെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്ലീറ്റർ ചെയ്ത് ഇടുവാണെങ്കിൽ ഇവിടെ ഷോൾഡർ പ്ലീറ്റിൽ ഇത് ഇതുപോലെയായിരിക്കും ഡിസൈൻ വരുന്നത്. നമ്മൾ വെറുതെ എടുത്ത് ഇങ്ങനെ കുത്തുവാണെങ്കിൽ ഇത് ഇതുപോലെ വരും. ഫ്രണ്ടിൽ ഇവിടെ മുതൽ ഷോൾഡർ മുതൽ ഫുൾ വയറിൻ്റെ അങ്ങ് ബാക്കിലോട്ട് ടേൺ ചെയ്ത് പോണ അവിടെ വരെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിൻ്റെ അവിടെയുണ്ട് ഡിസൈനിങ്. ഇതുപോലത്തെ റോസ് ഫ്ലവർ പാറ്റേൺ ആണ്. എൻ്റെ ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മുടെ രണ്ടാമത്തെ സാരി പീച്ച് കളർ സാരിയിൽ ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വൈറ്റ് സ്പോട്ട്സ് സ്കാറ്റർ ചെയ്ത് കണ്ട റോസ് ഫ്ലവറും ലീവ്സിന് ലൈറ്റ് ബ്രൗണും യെല്ലോയും ഗ്രീനും എല്ലാ ഷെയ്ഡ്സും കൊടുത്തിട്ടാണ് നമ്മൾ ഷെയ്ഡിങ്ങും പെയിൻറ്റിങ്ങും ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരേ ലീവ്സിനും ബ്ലാക്ക് ഔട്ട്ലൈനിങ് ഡീറ്റെയിലിംഗ് വളരെ ഇതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണിത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിലൊരു പാറ്റേൺ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. പിന്നെ ഷോൾഡർ പ്ലീറ്റ് ഇതുപോലെ ഫ്ലവർ 2 ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അടുത്ത പെയിൻറ്റിങ് ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഡീറ്റെയിലിങ്ങിനാണ് സമയം എടുക്കുന്നത്. ഇതുപോലെ ഷെയ്ഡിങ് എല്ലാം ചെയ്യാനാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്പേസ് വിട്ട് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിലോട്ട് വരുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ബാക്കിലോട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഫ്ലവർ പാറ്റേൺ നമുക്ക് കാണാം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്ലീറ്റിൻ്റെ അവിടെ ആയിട്ട് വേറൊരു പെയിൻറ്റിംഗ് ആണ് ഇതുപോലെയുള്ളത്. ഇത് പ്ലീറ്റിൻ്റെ അവിടെ വരുന്ന
പെയിൻറ്റിംഗ് ആണ് ഇത്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഡിസൈനുണ്ട് പ്ലീറ്റിൻ്റെ അവിടെ തന്നെ വരുന്നത്. അതും ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കാലിൻ്റെ അവിടെയായിട്ട് വേറൊരു പെയിൻറ്റിങ്, ഇതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ് സ്റ്റാൻഡിങ് പൊസിഷൻ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള പെയിൻറ്റിങ് 3 ഉണ്ട്. ഒന്ന് ബാക്കിലും പ്ലീറ്റിലും ഇടയിലും അങ്ങനെയൊക്കെ ആയിട്ട് 3 ഡിസൈനിങ് വരുന്നത്. ഇതുപോലത്തെ ഡിസൈനിങ് സ്റ്റാൻഡിങ് പൊസിഷൻ, ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 മുത്താണിയിൽ 1 അങ്ങനെയാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിനും വിത്ത് ബ്ലൗസ് പീസ് അല്ല, ഇതിൻ്റെ അകത്ത് ഏത് ബ്ലൗസ് പീസ് വേണമെങ്കിലും ഇടാം. സെയിം കളർ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ ഈ വർക്കിനോട് ചേർന്ന് പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ബ്ലൗസ് പീസോ ഏത് വേണമെങ്കിലും നമുക്ക് യോജിക്കുന്നതാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3450 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ബ്ലാക്ക് ഓർഗൻസയാണ്. അത് ഇച്ചിരി ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഓർഗൻസയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തൊരു വലിയൊരു ഫ്ലവർ പാറ്റേൺസും യെല്ലോ ഡിസൈൻസും ആയിട്ടാണ് വരുന്നത്. ഒത്തിരി ഷെയ്ഡിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിങ് ആണ് പല്ലുവിൽ വരുന്നത്. ഇങ്ങനെ പല്ലുവിൽ ഇത് ഞെറിഞ്ഞുടുക്കാനല്ല, വൺ സൈഡ് ആയിട്ട് ലൂസായിട്ട് ഇടാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല്ലു അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റിൽ ഇതുപോലെയാണ് വരുന്നത്. ചെസ്റ്റിൽ ഇതുപോലത്തെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ചെസ്റ്റിൽ വരുന്നത്. ഫുൾ ചെസ്റ്റിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇൻ കേസ് ഇനി ഞെറിഞ്ഞുടുക്കാൻ താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ, അഴിച്ചിടാൻ താല്പര്യമില്ല, ലൂസായിട്ടിടാൻ താല്പര്യമില്ല, ഞെറിഞ്ഞുടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റ് ഇവിടെയും വരും. ഈ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഞെറിഞ്ഞ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ 2 സൈഡിലും ചെസ്റ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ കൈൻ്റെ അവിടെയും ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയും ഇതുപോലെ ഡിസൈനിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ പാറ്റേൺസ് ആണ്. ഇവിടെ ഒരു ഹാഫ് സൺഫ്ലവർ വലിയതായിട്ട് ചെസ്റ്റിൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 3 ഫ്ലവർ സൺഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാലിൻ്റെ അവിടെയും അതുപോലെ തന്നെ സൺഫ്ലവേഴ്സ്, ഇതുപോലത്തെ സൺഫ്ലവേഴ്സാണ് കാലിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഷെയ്ഡിങ് പാറ്റേൺസ് എങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഒരു ബ്ലാക്ക് സാരി. ഈ ബ്ലാക്ക് സാരിയിലും പല്ലൂരിൽ ഇതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ് വരുന്നത്. ഒരു ഫ്ലവറും കുറച്ച് പെറ്റൽസ് അങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. ബ്ലാക്കും യെല്ലോയും എല്ലാം ഷെയ്ഡ്, ബ്രൗണും എല്ലാം കൊടുത്തിട്ട് ഷെയ്ഡിങ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ പല്ലൂല് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ഉണ്ട്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെയാണ് ഡിസൈനിങ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡിങ് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതുപോലെ ക്യാൻവാസിൽ പെയിൻറ്റ് ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പെറ്റൽസിൻ്റെ കളർ ബ്രൗണും റെഡ് യെല്ലോയും ബ്ലാക്കും എല്ലാ ഷെയ്ഡ്സും കൂടെ വൈറ്റും എല്ലാം ഉണ്ട്. എല്ലാ കളേഴ്സും കൂടെ കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഷോൾഡർ പ്ലീറ്റിൽ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പോൾ ഇതുപോലെ ഒരു കൊലയായിട്ടാണ്, സൺഫ്ലവറിൻ്റെ ഒരു ബഞ്ചായിട്ടാണ് വരുന്നത്, പ്ലാന്റായിട്ട്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതിൻ്റെ ആണെങ്കിലും ഒരേ പെറ്റൽസിൻ്റെ ഡീറ്റെയിലിങ്ങിനാണ് നമുക്ക് ഇത് ഈ സാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പെറ്റൽ ഇങ്ങനെ വിട്ടായിട്ട് നിൽക്കുന്നു. അതിൻ്റെ സെൻറ്ററിലും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഭംഗി ഒറിജിനൽ സൺഫ്ലവർ പ്ലാന്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് പെയിൻറ്റിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇങ്ങനെയാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിലുള്ള സൺഫ്ലവേഴ്സിൻ്റെ ഓരോന്നിനും ഓരോ ഷേപ്പും ഓരോ കളേഴ്സാണ്. എന്ന് വെച്ചാൽ ഇത് പയ്യെ ഡ്രൈ ആയി കുഴിയാൻ ഉള്ള രീതിയിലുള്ളതാണ്, ഉള്ള ഒരു ഫ്ലവറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ഏകദേശം അതുപോലെയൊക്കെ ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ എല്ലാത്തിനും വേറെ വേറെ സൈസ്, വേറെ വേറെ രീതിയിൽ ഫ്ലവർ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 പാറ്റേൺസാണ് ബോട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ്, പ്ലെയിൻ ഓർഗൻസ ബ്ലൗസ് പീസാണ് ഇതിന് വരുന്നത്. ബ്ലാക്ക് തന്നെ ഇത്രയും ഫ്ലവേഴ്സ് സാരിയിലുള്ളതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3500 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ബ്ലൂ കളർ, നല്ല സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. അത്
അതും അത് ഞെറിഞ്ഞുകൊടുക്കാം, അല്ലെങ്കിൽ പ്ലീറ്റഡ് ആയിട്ടും വെക്കാം എന്ന രീതിയിലാണ്. ഞെറിഞ്ഞുകൊടുത്തത് ഇതുവരെയാണ് എൻ്റെ ബാക്കിൽ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ വരുന്ന കാരണം അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ബ്ലൂ കളർ തന്നെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് കാണിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഞെറിഞ്ഞിട്ട് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെ കളറാണ് അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സാരിയുടെ കളർ വരുന്നില്ല. ഇതുപോലെയായിരിക്കും വരുന്നത്. ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇതുപോലത്തെ ഡിസൈൻ ആയിരിക്കും വരുന്നത്. ഫുൾ ചെസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല നീളത്തിൽ തന്നെ ഡിസൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും ചെസ്റ്റിനോട് ചേർന്നും അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലീറ്റിലും പെയിൻറ്റിങ് വരുന്നുണ്ട്. നല്ല നീളത്തിൽ തന്നെ പെയിൻറ്റിങ് ഉണ്ട്. മുന്താണിയാണെങ്കിൽ ഫുൾ രീതിയിലും നല്ല ഇതുപോലെ ഫുള്ളും മുന്താണിയിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇതൊരു ഫങ്ഷൻ ഓഫ് പീരീഡൊക്കെ ആയിട്ട് ആദ്യത്തെയും എടുക്കാം. ഇത് കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് ഉള്ള ഓർഗൻസിയും കൂടി ആയതുകൊണ്ട് നല്ല ഫങ്ഷനെ കൊടുത്താൽ നല്ല ഒരു ഇച്ചിരി ഗ്ലേസിങ് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ്. എൻ്റെ വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെ ബാക്കിലും നിറച്ചും ഇതുപോലെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ബാക്ക് വരുന്നത്. ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ വൺ സൈഡ് നമ്മൾ അഴിച്ചിടുവാണെങ്കിലും ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഒരു സൈഡിൽ ബ്ലൗസ് നമ്മൾ കാണുന്നില്ലല്ലോ. മറു സൈഡിൽ നിറച്ചും പെയിൻറ്റിങ് വരുന്ന രീതിയിലാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലീറ്റ്സിലും താഴെ കാലിൻ്റെ അവിടെയും പെയിൻറ്റിങ് ഉണ്ട്. ഇതുപോലെയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് നമ്മുടെ അടുത്ത സാരി. ഈ സാരിയുടെ പല്ലു നേരത്തെ കാണിച്ചവരെ നിറച്ചും ഫ്ലോറൽ പാറ്റേൺ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇതുവരെയാണ് മുന്താണി വരുന്നത്. അഴിച്ചിടുമ്പോൾ ഫുൾ നൈറ്റ് പാർട്ടിക്കൊക്കെ പോയാൽ നല്ല ഭംഗിയാണ്. ബ്ലൂവിൻ്റെ അകത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ഇതുപോലെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഇതുപോലെ നല്ല ഭംഗിയിലതേ കണ്ടോ. ഒരു ഷൈനിങ് എഫക്റ്റ് ഓർഗൻസിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഒരു ഷൈനിങ് എഫക്റ്റിൻ്റെ അകത്ത് ഈ ഒരു പെയിൻറ്റിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്തും ഷെയ്ഡിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഫ്ലവർ പാറ്റേൺസ് ആണ്. ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു ഓർഗൻസ ആ സാരിയിൽ വരുന്നത്. ഇത് മുന്താണിയിലാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റും ചെസ്റ്റ് പോർഷനുമാണ് ഡിസൈനിങ് വരുന്നത്. ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെയായിരിക്കും ഷോൾഡറും ചെസ്റ്റും ആയിട്ട് ഡിസൈനിങ് വരുന്നത്. രണ്ടിടത്തും നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റിയ രീതിയിൽ തന്നെ. ഇത്രയും പാറ്റേൺ ഷോൾഡറിലും ചെസ്റ്റിലും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഈ ഒരു പെയിൻറ്റിങ് വരുന്നത്. കാലിൻ്റെ അവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വലിയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഒറ്റ പാറ്റേണേ ഉള്ളൂ, പക്ഷെ അതൊരു വലിയ പാറ്റേൺ ആണ്. കാലിൻ്റെ അവിടെ ഫസ്റ്റ് ഞെറിയിലും വരുന്ന രീതിയിൽ ഒരു വലിയ പാറ്റേൺ ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് പെയിൻറ്റിങ് വന്നിരിക്കുന്നത്. കാലിൻ്റെ അവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ വിത്ത് ബ്ലൗസ് പീസാണ്. സ്ലീവിൻ്റെ അവിടെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കാവുന്നതാണ്. സ്ലീവിൽ ബാക്ക് പോർഷൻ ഫുള്ളും പെയിൻറ്റ് ചെയ്ത രീതിയിലാണ് സ്ലീവിൽ വരുന്നത്. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. സ്ലീവല്ല, ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ ബാക്കിൽ ഇതുപോലെ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നതാണ്. വലിയ ഫ്ലവർ സാരിയിൽ കൊടുത്തവരെ തന്നെ ഇതുപോലെയാണ് പെയിൻറ്റിങ് വരുന്നത്. ഇവിടുന്ന് ഇവിടം വരെ പെയിൻറ്റിംഗ് ആണ്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് അപ്പോൾ ഇങ്ങനെ ഒരു പെയിൻറ്റിംഗ് ആണ് ബ്ലൗസിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3000 റുപ്പീസാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തത് ഒരു മോഫ് ഷെയ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഞെറിഞ്ഞു കൊടുക്കുമ്പോഴല്ല, അഴിച്ചിടുമ്പോൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇതുപോലെ ഡിസൈനിങ് വരും. ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. ഇതിനൊരു ഗ്ലേസിങ് ആയിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഒരു ഷൈനിങ് എഫക്റ്റ് ഉള്ള ഓർഗൻസിയാണ്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ഫുള്ളും അഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെല്ലാം ഞെറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവിടെ വർക്ക് ഉണ്ട്. വർക്കല്ല, പെയിൻറ്റിങ് ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഫാബ്രിക് പെയിൻറ്റും നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഷെയ്ഡിങ്ങും അതിൻ്റെ പൂമ്പൊടിയുടെ അവിടത്തുള്ള പെയിൻറ്റിങ്ങും എല്ലാം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. സൂം ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ ചെസ്റ്റും ഷോൾഡർ പ്ലീറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലും പിന്നെ അതുപോലെ തന്നെ പല്ലുവാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ളും ഇത് അഴിച്ചിടാനുള്ള ഇതിലായതുകൊണ്ട് ഫുൾ പല്ലുവിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവ് ബാക്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ പെയിൻറ്റിങ് ആണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലാണ് വരുന്നത്. ഇങ്ങനെ കാണുന്ന സൈഡിൽ ഇതുപോലെ പെയിൻറ്റിങ് ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന പോർഷനിൽ ഇതുപോലത്തെ ഒരു പെയിൻറ്റിങ് ആണ് വരുന്നത്. അപ്പം 3 ബ്ലൗസ് പീസാണ് ഉള്ളത്. ഒന്ന് ബ്ലാക്ക് ഓർഗൻസയിലുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട് ബ്ലൂവിലുണ്ട്, ഇതുപോലെ തന്നെ മോഫ് ഷെയ്ഡിലുള്ള ഈ ഓർഗൻസയിലും ഉണ്ട്. ഈ 3 ഷെയ്ഡ്സിലാണ് നമുക്ക് ബ്ലൗസ് പീസ് ഉള്ളത്. ബാക്കി 2 സാരിക്ക് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ് അല്ല.
ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അടുത്തത് മോഫ് കളർ സാരി, അതിൻ്റെ അകത്ത് ലൈറ്റ് മൂവ് ആണ്. ഇതും ഷൈനിങ് ആയിട്ടുള്ള ഓർഗൻസയാണ്. അതിൻ്റെ അകത്തും വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്കാറ്റർ ചെയ്ത് മുന്താണി നിറച്ചും ഇത്രയും ഭാഗം ഫുള്ളും മുന്താണി ഫുള്ളും ഇതുപോലെ പെയിൻറ്റിംഗ് ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ ആ കോമ്പിനേഷൻ ഒത്തിരി ബ്രൈറ്റ് കോമ്പിനേഷൻ അല്ല, എന്ന് അത്യാവശ്യം എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കോമ്പിനേഷനുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ഒരു പെയിൻറ്റിങ് മുന്താണിയിൽ ഫുള്ളും കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ്സിൽ അത് ഒത്തിരി ഹെവി ആയിട്ടല്ല, സിമ്പിളായിട്ട് തന്നെ രീതിയിൽ, എന്നാൽ വലിയ ഡിസൈൻ ആയതുകൊണ്ട് ലെങ്ത് ഉണ്ട് നല്ല രീതിയിൽ. ഫുൾ ഫ്രണ്ട് ചെസ്റ്റ് പോർഷനും ഷോൾഡറും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഷോൾഡറും ചെസ്റ്റിലും ഉണ്ട്. അത് കഴിഞ്ഞൊരു കാലിലാണ് പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് പിന്നെ പെയിൻറ്റിങ് വന്നിരിക്കുന്നത്. പിന്നെ കാലിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ വലിയത് മറ്റേ ബ്ലൂ സാരിയിൽ കണ്ടപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കാലിൽ നല്ലോണം വലിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ വൈറ്റ് ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ ബാക്കിലാണ് പെയിൻറ്റിങ് വരുന്നത്. അതും ഒരു വലിയ പെയിൻറ്റിംഗ് ആണ് ബ്ലൗസിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതിൽ ഒരു വലിയ പാറ്റേൺ ആണ്, അതുപോലെ തന്നെ ഒരു വലിയ പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 3000 റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ്. നമ്മൾ ഇന്ന് 5 ഓർഗൻസ സാരീസാണ് കണ്ടിരിക്കുന്നത്. 5ഉം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് നമ്മൾ കണ്ടത്. ഹാൻഡ് പെയിൻറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയൊക്കെ റേറ്റും വരുന്നത്. ഹാൻഡ് പെയിൻറ്റിംഗ് ആയതുകൊണ്ട് ഷെയ്ഡിങ്ങും എല്ലാം ചെയ്യാനായിട്ട് ടൈം വളരെ എടുത്തിട്ട് ചെയ്യുന്ന സാരീസാണ് ഇതെല്ലാം. ഒത്തിരി എഫോർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. അതിൻ്റെ റേറ്റാണ് ഈ സാരികളിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതല്ല ഇതുപോലത്തെ പെയിൻറ്റിങ് വേറെ ഏതെങ്കിലും സാരീസിൽ വേണമെങ്കിൽ അതാണെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.